ഇനി ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാന അപ്ഡേറ്റ് വരുന്നുണ്ട്. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് വൻ സ്വത്ത് സമ്പാദനമെന്ന് ഇഡി ഇത് സംബന്ധിച്ച് നിർണായകമായ രേഖകൾ പിടിച്ചെടുത്തു. ശബരിമല സ്പോൺസർഷിപ്പിലും വൻ ക്രമക്കേട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വിധി ഉടൻ. വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ ജാമ്യാപേക്ഷയിൽ വിധി വരാനിരിക്കെയാണ് വളരെ നിർണായകമായ കണ്ടെത്തലുമായി ഇഡി എത്തിയിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കവർച്ച കേസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വൻ സ്വത്ത് സമ്പാദനം. എങ്ങനെയാണ് വിവരങ്ങൾ? ഇനി എന്തായിരിക്കും ഇഡിയുടെ തുടർ നടപടി? രാഗി, ഈ കേസിലുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പങ്കാളിത്തം കൂടുതൽ വ്യക്തമാക്കുന്നതും ഈ സ്വർണ്ണ കവർച്ചയിലൂടെ പ്രതികളിൽ പലരും വലിയ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കി എന്നത് വ്യക്തമാക്കുന്നതുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഈ കണ്ടെത്തലുകൾ. വലിയ തോതിലുള്ള സ്വത്ത് സമ്പാദനമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കുറഞ്ഞ കാലയളവിൽ എന്ന് പറയുമ്പോൾ ഈ ശബരിമലയിൽ സ്പോൺസർ എന്ന നിലയിൽ അടക്കം അവിടെ ബന്ധം സ്ഥാപിച്ചു നിന്നിരുന്ന കാലയളവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടാക്കിയത് എന്നാണ് ഈ പരിശോധനയിൽ വ്യക്തമായിട്ടുള്ളത്. ഇന്നലെ 21 കേന്ദ്രങ്ങളിൽ പരിശോധന നടന്നതിൽ ഒന്ന് തിരുവനന്തപുരം പുളിമാത്തുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിലായിരുന്നു. അന്വേഷണ സംഘം അവിടെ എത്തുന്ന സമയം വീട് പൂട്ടിയ നിലയിലായിരുന്നു. പിന്നീട് അടുത്തുള്ള സഹോദരിയുടെ വീട്ടിൽ നിന്ന് അമ്മയെ വിളിച്ചു വരുത്തിയാണ് വീട് തുറന്ന് പരിശോധന നടത്തിയത്. സഹോദരിയുടെ വീട്ടിലടക്കം അന്വേഷണ സംഘം പരിശോധനയ്ക്ക് എത്തിയിരുന്നു. ഒപ്പം തന്നെ ഇഡി ഉദ്യോഗസ്ഥർക്കൊപ്പം ബാങ്ക് ഉദ്യോഗസ്ഥരടക്കം ഉണ്ടായിരുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സ്വത്ത് സമ്പാദനം സംബന്ധിച്ചും വലിയ തോതിൽ സാമ്പത്തിക നേട്ടം, പണമിടപാടുകൾ നടത്തിയതിന്റെ എല്ലാം സൂചനകൾ നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ലഭിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമായതുകൊണ്ട് തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥരടക്കം ഈ പരിശോധനയിൽ പങ്കെടുക്കുകയും ചെയ്തു. ഈ പരിശോധനയുടെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോഴാണ്, ഈ റെയ്ഡിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരുമ്പോഴാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയിട്ടുണ്ട്, വലിയ തോതിൽ സ്വത്ത് സമ്പാദനം നേടിയിട്ടുണ്ട്, അത് വരവിൽ കവിഞ്ഞ സ്വത്ത് ആണ് എന്നതെല്ലാം തന്നെ അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്, ഇഡി വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ സമഗ്രമായ ഒരു അന്വേഷണം തന്നെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുകയും ചെയ്യുക. ഉണ്ണികൃഷ്ണൻ പോറ്റി വാങ്ങിക്കൂട്ടിയത് വലിയ ആസ്തികളാണ്. ഇത് സംബന്ധിച്ചുള്ള രേഖകൾ പലതും ഈ വീട്ടിൽ ഉണ്ടായിരുന്നു. ഭൂസ്വത്തുക്കളുടെ രേഖകൾ, മറ്റ് ഭൂമി ഇടപാടുകളുടെ വിവരങ്ങൾ എന്നിവ സൂചിപ്പിക്കുന്ന രേഖകൾ, പണമിടപാടുകളുടെ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവയെല്ലാം തന്നെ അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്, ഈ റെയ്ഡിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വലിയ തോതിലുള്ള സ്വത്ത് സമ്പാദനം അത് എങ്ങനെ ഉണ്ടായി, അത് ഏതെല്ലാം തലത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം പണം എത്തിയത് എന്നതാണ് പരിശോധിക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. കാരണം ശബരിമലയിലെ സ്വർണ്ണപ്പാളികൾ അതിന്റെ ഒരു മൂല്യം വെച്ചുകൊണ്ട് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി അതിനെ വിൽപ്പന ചരക്കാക്കി മാറ്റി, വിൽപ്പനത്തിന്റെ കേന്ദ്രമാക്കി മാറ്റുകയായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. പരിപാവനമായി കരുതേണ്ട സ്വർണ്ണപ്പാളികളെ ഉണ്ണികൃഷ്ണൻ പോറ്റി ഏത് തലത്തിലാണ് കണ്ടത് എന്നത് കൂടി വ്യക്തമാക്കുന്നതാണ്. ഈ സ്വർണ്ണപ്പാളികളുടെ ഒരു മൂല്യം, ആ മൂല്യം പറഞ്ഞ് വിലപേശുകയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ അതിലുണ്ടായിരുന്ന സ്വർണത്തിന്റെ പല മടങ്ങ് തുക ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അതിലൂടെ ലഭിച്ചിട്ടുണ്ട് എന്നുകൂടിയാണ് അന്വേഷണത്തിൽ വ്യക്തമാവുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലഭിച്ച പണമാണ് അനധികൃത സ്വത്ത് സമ്പാദനത്തിനായി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉപയോഗപ്പെടുത്തിയത് എന്നുകൂടി മനസ്സിലാകുന്നു. ഇതെല്ലാം തന്നെ ഈ രേഖകൾ, ഭൂസ്വത്തുക്കളുടെ രേഖകളെല്ലാം പരിശോധിക്കുമ്പോഴാണ് ഇഡിക്ക് ഇക്കാര്യങ്ങൾ മനസ്സിലായത്. ഒപ്പം തന്നെ ബാങ്ക് ഉദ്യോഗസ്ഥർ കൂടി ഈ പരിശോധനയുടെ ഭാഗമായി ഉണ്ടായിരുന്നു. ശരി, ജിജീഷ് തുടരുക. നമുക്ക് മനോജിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. മനോജ്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വിധി വരാനിരിക്കെ വൻ ക്രമക്കേടിന്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ വിധി എപ്പോഴേക്കും ഉണ്ടാകും മനോജ്? രാഹി, 11 മണിയോടുകൂടി തന്നെ കൊല്ലം വിജിലൻസ് കോടതി ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പക്കേസിൽ സമർപ്പിച്ചിട്ടുള്ള ജാമ്യ ഹർജിയിൽ വിധി പറയും. കഴിഞ്ഞ ദിവസം വാദം പൂർത്തിയായിരുന്നു. അതായത് പ്രതിഭാഗം വാദം എന്ന് പറയുന്നത് 90 ദിവസം കഴിഞ്ഞു എന്നുള്ളതാണ്. അതായത് അറസ്റ്റ് ചെയ്ത് 90 ദിവസം കഴിഞ്ഞിട്ടും SIT ഇതുവരെ കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. ഇത് ചൂണ്ടിക്കാട്ടി സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്നുള്ളതാണ് ഈ പ്രതിഭാഗം വാദിച്ചത്. ആദ്യം അറസ്റ്റിലാകുന്നത്, അതായത് ഈ ഒക്ടോബർ 17-നാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ദ്വാരപാലക ശില്പക്കേസിൽ അറസ്റ്റിലാകുന്നത്. അതിനുശേഷമാണ് കട്ടിളപ്പാളി കേസിൽ കൂടെ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത്. എന്തായാലും ഈ 90 ദിവസം കഴിഞ്ഞിട്ടും എന്തുകൊണ്ട് SIT കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുള്ള ഒരു ചോദ്യം കൂടെ ഉയരുകയാണ്. അതേസമയം തന്നെ പ്രോസിക്യൂഷൻ്റെ വാദം പ്രതിക്ക് ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ അത് ഉപാധികളോടെ മാത്രമായിരിക്കണമെന്നുള്ളതാണ്. അതായത് പത്തനംതിട്ട ജില്ലയിലോ കേരളത്തിന് പുറത്തോ പോകാൻ പാടില്ല. അതേസമയം തന്നെ ആഴ്ചയിൽ 2 ദിവസം പ്രത്യേക അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നുള്ളതൊക്കെയാണ്. എന്തായാലും SITയെ സംബന്ധിച്ചിടത്തോളം ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടുകയാണെങ്കിൽ അത് തിരിച്ചടിയാകും. കാരണം 90 ദിവസമായിട്ടും SITക്ക്
കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള ഒരു കാര്യം നിലനിൽക്കുകയാണ്. ഇടക്കാല കുറ്റപത്രമെങ്കിലും സമർപ്പിച്ചിരുന്നെങ്കിൽ ഈ ജാമ്യം അനുവദിക്കാനുള്ള സാധ്യത വളരെ കുറവായിരുന്നു. എന്തായാലും ഇന്ന് കൊല്ലം വിജിലൻസ് കോടതി ഈ ജാമ്യ ഹർജിയിൽ വിധി പറയുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം തന്നെ മുരാരി ബാബുവിനെയും ഇപ്പോൾ കൊല്ലം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഇരുവരുടെയും റിമാൻഡ് എക്സ്റ്റൻഷൻ കൂടെ ഇന്ന് നടക്കുകയാണ്. റിമാൻഡ് കാലാവധി കൂട്ടി നൽകുകയാണ്. അതേസമയം തന്നെ മറ്റൊരു കാര്യം, ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ദ്വാരപാലക ശില്പക്കേസിൽ ജാമ്യം ലഭിച്ചാലും ഈ കട്ടിളപ്പാളി കേസിലെ റിമാൻഡ് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ജയിൽ മോചിതനാകില്ല. നിലവിലെ സാഹചര്യത്തിൽ SIT എന്തുകൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുള്ള ചോദ്യം തന്നെയാണ് ഉയരുന്നത്. കാരണം മുഴുവൻ പഴുതുകളും അടച്ചുകൊണ്ടുള്ള കുറ്റപത്രമായിരിക്കണം സമർപ്പിക്കുക എന്നുള്ളതാണ് SITയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന അത്തരത്തിൽ ഒരു നീക്കത്തിനാണ് SIT ശ്രമിച്ചത്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും കുറ്റപത്രം സമർപ്പിച്ചില്ല എന്നുള്ള ഒരു കാര്യമാണ്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട ഈ സ്വാഭാവിക ജാമ്യം അനുവദിക്കണമെന്ന് ചൂണ്ടിക്കാട്ടി സമർപ്പിച്ച ജാമ്യ ഹർജിയാണ് കഴിഞ്ഞ ദിവസം കോടതി പരിഗണിച്ച് അതിൽ വാദം കേട്ടത്. ഇരുവാദവും കേട്ട കൊല്ലം വിജിലൻസ് കോടതി അല്പസമയത്തിനകം തന്നെ ഈ വിധി പ്രസ്താവന നടത്തും. ഈ വിധിയോടനുബന്ധിച്ചാകും, അതായത് ഈ സ്വർണ്ണക്കവർച്ചാ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ആദ്യത്തെ ജാമ്യമാണ് അത്. കൊല്ലം വിജിലൻസ് കോടതി നേരത്തെ ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കം സമർപ്പിച്ചിരുന്ന ജാമ്യ ഹർജികൾ തള്ളിയിരുന്നു. ഇതെന്തായാലും ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ ഈ കേസിൽ ആദ്യത്തെ ജാമ്യമാണ്. അത് മുഖ്യപ്രതിക്കാണ്. അതാണ് ഏറ്റവും SITയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തിരിച്ചടി. മുഖ്യപ്രതിക്ക് തന്നെ ആദ്യഘട്ടത്തിൽ ജാമ്യം ലഭിച്ചു എന്നുള്ളത് അത് കുറ്റപത്രം സമർപ്പിക്കാത്തത് കാരണമാണ് എന്നുള്ളത് അത് തന്നെയാണ് SITയെ സംബന്ധിച്ചിടത്തോളം പ്രതിസന്ധിയാകുക. എന്തായാലും കട്ടിളപ്പാളി കേസിൽ കൂടെ ഇനി 90 ദിവസമാകാൻ അധികം ദിവസമില്ല. അതിനു മുമ്പായി തന്നെ ഇടക്കാല കുറ്റപത്രം സമർപ്പിക്കുവാനാണ് SITയുടെ ഒരു നീക്കം. മനോജ്, എന്തായാലും ശബരിമല സ്വർണ്ണ കവർച്ചാ കേസിൽ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്ക് വൻ സ്വത്ത് സമ്പാദനമെന്ന് ED കണ്ടെത്തിയിട്ടുണ്ട്. ഇത് സംബന്ധിച്ചിട്ടുള്ള നിർണായകമായ രേഖകളെല്ലാം ED പിടിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യാപേക്ഷ കൊല്ലം വിജിലൻസ് കോടതി ഉടൻ പരിഗണിക്കും. ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് ഉടൻ അറിയാമെന്നുള്ളതാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് ജിജീഷ് കരുണാകരൻ കൊച്ചിയിൽ നിന്നും, കൊല്ലത്ത് നിന്നും മനോജുമാണ്.